അണ്ടമാൻ യാത്രയുടെ ഭാഗമായി ഇപ്പോൾ ചാത്തൻ സോമിൽ കാണാനാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. പോർട്ട് ബ്ലെയറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ചാത്തം സോമിൽ എന്ന് പറയുന്നത്. ഇത് ഒരു ഗവൺമെൻറ് സോമിലാണ്. പഴയകാലത്ത് ഇവിടെ കൊണ്ടുവരുന്ന കുറ്റവാളികളെയും അതുപോലെ തന്നെ മറ്റു തൊഴിലാളികളെയും ഉപയോഗിച്ച് നടത്തപ്പെട്ടിരുന്ന ഒരു സോമിൽ കൂടിയാണ് ഈ ചാത്തം സോമിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 100-ൽ പരം വർഷത്തെ പഴക്കമുള്ള ഈ ചാത്തൻ സോമിൽ ഇപ്പോൾ അനേകം ആൾക്കാർക്ക് ജോലി നൽകുന്നു എന്നത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ പോർട്ട് ബ്ലെയറിലെത്തുന്ന ഓരോ യാത്രികൻ്റെയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അങ്ങനെ അണ്ടമാൻ യാത്രയുടെ അവസാന ദിവസമായ രാവിലെ തന്നെ സഹയാത്രികർക്കൊപ്പം ഞാനും ഈ ചാത്തം സോമിൽ കാണാനായി ഈ ചാത്തം സോമിലിൻ്റെ എൻട്രി ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പ്രവേശന ഫീസ് നൽകിയിട്ട് വേണം നാം ചാത്തൻ സോമിലിൻ്റെ അകത്തേക്ക് കയറാനായി. 1883 ഈ ചാത്തം സോമിൽ ഇവിടെ സ്ഥാപിതമാകുന്നത്. അന്ന് അണ്ടമാനിലെയും അതുപോലെ തന്നെ മറ്റ് ബ്രിട്ടീഷ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഭരണത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള തടികൾക്കുള്ള ആവശ്യങ്ങളാണ് ഈ ചാത്തൻ സോമിൽ നിന്നും സാധിച്ചിരുന്നത്. അണ്ടമാനിലെയും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെയുമുള്ള വനങ്ങളിൽ നിന്നും മുറിച്ചെടുത്ത വലിയ വലിയ മരങ്ങൾ ഇവിടേക്ക് സമുദ്രം വഴി എത്തിക്കുകയും അത് ഈ സോമില്ലിൽ അറുത്ത് ഉരുപ്പടികളായി മാറ്റിയതിന് ശേഷം ഈ ചാത്തൻ സോമിലിൽ നിന്നും മറ്റ് അനേകം സ്ഥലങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് ഇവിടെ എത്തപ്പെടുന്ന ധാരാളം കുറ്റവാളികളും അതുപോലെ തന്നെ മറ്റ് വൻകരകളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്ന തൊഴിലാളികളുമായിരുന്നു ഈ ചാത്തൻ സോമിലിലെ തൊഴിലാളികൾ. അങ്ങനെ അവരെ കൊണ്ട് തുച്ഛമായ വേതനത്തിനും ഇല്ലെങ്കിൽ നാമമാത്രമായ വേതനത്തിനും ഇവിടെ ജോലി ചെയ്യിക്കുകയും കഠിനാധ്വാനം ചെയ്യിക്കുകയുമാണ് അന്ന് ചെയ്തിരുന്നത്. അങ്ങനെ ചാത്തൻ സോമിലിൻ്റെ അകത്തേക്ക് കടന്ന് നാം ചാത്തൻ സോമിലിലെ പല കാഴ്ചകൾക്കൊപ്പം ഇവിടെ വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു ഗാലറിയും കാണാനായി നാം ഈ ചാത്തൻ സോമിലിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. മര ഉരുപ്പടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പലവിധ ഐറ്റംകളാണ് ഇവിടെ നമുക്കായി ഓരോ യാത്രികർക്കുമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലെ ഡിസൈനുകളാണ് മരത്തിൽ പ്രകൃതി വിരിയിക്കുന്നതെന്നും അതിനെ കണ്ടെത്തി അതിനെ എത്ര മനോഹരമായി ഈ ഗാലറിയിൽ ഡിസ്പ്ലേ ചെയ്യാമെന്നും നമുക്ക് ഇവിടെയുള്ള ഡിസ്പ്ലേകൾ കാണുമ്പോൾ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സോമിലിൽ നിർമ്മിക്കുന്ന പല ഇനം ഉരുപ്പടികളും ഫർണിച്ചറുകളും മറ്റ് കൗതുക വസ്തുക്കളും ഒക്കെ നമ്മുടെ അറിവിലേക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മരത്തിൽ കടഞ്ഞെടുത്തിരിക്കുന്ന പല കലാകൃതികളും ഈ ഗാലറിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഈ ഗാലറിയിലുള്ള പല പല ശില്പകലയെയും ക്യാമറയിലും വീഡിയോയിലും പകർത്താനുള്ള ധാരാളം അവസരവും ഇവിടെ അധികാരികൾ നമുക്കായി ഒരുക്കുന്നുണ്ട്. യാത്രാ സംഘത്തിൽ എത്തിയ എല്ലാവരും തന്നെ ഈ ഡോൾഫിൻ്റെ അടുത്ത് നിന്ന് പല പോസിലുള്ള ഫോട്ടോകൾ എടുക്കുന്നുണ്ട്.
നമുക്ക് മുൻപേ എത്തിയ യാത്രാ സംഘത്തിലെ ഒരു കുട്ടിയാണെങ്കിൽ ഡോൾഫിൻ തൻ്റെ സ്വന്തമാണ് എന്ന നിലയിലാണ് ഇവിടെ നിന്നും തൻ്റെ മാതാപിതാക്കളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നത്. കാരണം അത്രയേറെ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഗാലറിയിൽ നമുക്കായി ഇവിടുത്തെ അധികാരികൾ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മനോഹരമായ ഫർണിച്ചറുകളും കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ ഈ ഗാലറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയ പോത്തിൻ്റെ തലയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനേകം കൗതുക കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. മരത്തിൽ പ്രകൃതി വിരിയിച്ചെടുത്ത ബട്ടർഫ്ലൈയുടെ ഒരു രൂപമാണ് ഇപ്പോൾ നാം കാണുന്നത്. അതുപോലെ തന്നെ ദേവതകളുടെയും ദേവന്മാരുടെയും മറ്റ് അനേക ശില്പങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെട്ട കൗതുക വസ്തുക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. വിവിധ രൂപത്തിലും വിവിധ ഭാവത്തിലും തടിയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പ്രകൃതി തന്നെ നമുക്കൊരുക്കിയ അനേകം ഡിസൈനുകളും ഇവിടെ വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. മരത്തിൽ കടഞ്ഞെടുത്ത ഡൈനിങ് ടേബിളുകളും മറ്റ് ഉരുപ്പടികളും കൗതുക വസ്തുക്കളും കലാസൃഷ്ടികളും ഒക്കെ ഈ ഗാലറിയെ സമ്പന്നമാക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നടന്ന് ധാരാളം ഫോട്ടോകളും എടുത്ത് ഒപ്പം തന്നെ ഇവിടെയുള്ള കൗതുക കാഴ്ചകൾ അനേക പ്രാവശ്യം ചുറ്റി നടന്ന് കണ്ട് ഓരോ കൗതുക കാഴ്ചകളുടെയും ഫോട്ടോകളെടുത്ത് യാത്രാ സംഘത്തിലെ ഓരോരുത്തരും തങ്ങളുടെ ഈ ചാത്തം സോമിൽ കാഴ്ച സമ്പന്നമാക്കുകയാണ്. പലർക്കും സഹധർമ്മിണിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു അസുലഭ അവസരവും ഇവിടെ നൽകുന്നുണ്ട്. ഈ ചാത്തം സോമില്ലിൽ ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായ അനേകം മിഷനറികളും ഇവിടെ നമുക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഏതു വിധത്തിലാണ് ഒരു മരം ഇവിടെ എത്തിയാൽ അതിനെ ഉരുപ്പടിയാക്കുന്നതെന്നും ഏതു വിധത്തിലാണ് അതിനെ ഇവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും എന്നും ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ഗൈഡ് നമുക്ക് ആയി വിവരിച്ച് തരുന്നതുമാണ്. അങ്ങനെ ഈ ചാത്തം സോമില്ലിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഈ ചാത്തം സോമില്ലിൻ്റെ പുറകുവശത്തായി പണ്ട് ജപ്പാൻകാർ ഇട്ടു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബോംബിനാൽ നിർമ്മിതമായ വലിയ ഒരു കുഴിയും കണ്ടതിന് ശേഷം യാത്രാ സംഘത്തിലെ എല്ലാവരും തന്നെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കാഴ്ചകളിലേക്ക് പോകാനും അതിനുശേഷം അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് മടങ്ങാനുമായി.